വിശദമായ വാർത്തകൾ നോക്കാം. KSEB ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധിച്ച് വീട്ടുകാർ. കേസിൽ പ്രതിയായ അജ്മലിന്റെ മാതാപിതാക്കളാണ് വീട്ടിൽ കയറാതെ പ്രതിഷേധിക്കുന്നത്. വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയുമായി അജ്മലിന്റെ ഉമ്മ മറിയം തിരുവമ്പാടി പോലീസിനെ സമീപിച്ചു. ഇവിടെ ഇരുന്നിട്ട് വീട്ടിന്റെ പുറത്തിരുന്നിട്ട് പ്രതിഷ്ഠിക്കാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. ഈ വെള്ളമൊന്നും ഇല്ലാതെ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നടക്കണേ വെള്ളം വേണം. ഇപ്പൊ ഇന്നലെ രാവിലെ കുളിച്ചതാ. ഇനി കുളിയില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു വീട് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കറണ്ടാണ്. കറണ്ടും വെള്ളമാണല്ലോ ഉള്ളത്, ആവശ്യമില്ല. അത് രണ്ടും ഇല്ലാഞ്ഞാൽ നമുക്കിപ്പോ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ വന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പുറത്ത് കിടക്കേണ്ടി വരുന്നത്. മരുന്നും കാര്യങ്ങളും ഫ്രിഡ്ജിൽ വെക്കണാണ്. അതൊക്കെ ഇപ്പം ഇന്നൊന്നും ഗുളിക കഴിച്ചിട്ടന്നല്ല രാവിലെ, ഗുളിക കുടിക്കാതെ ഇപ്പൊ നിൽക്കണേ. അതേസമയം പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യൂസ് 18 വ്യക്തമാക്കി. അതെല്ലാ സമയത്തും ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്ത ശേഷം അവരെ പിടിച്ച് തല്ലാനും ആക്രമിക്കാനും പോകാൻ പാടില്ലല്ലോ ജീവനക്കാരനെ. അതും ഉണ്ടല്ലോ, രണ്ടും ഉണ്ട് പറയാ. എന്തായാലും ഇത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയർമാൻ കൊടുത്തിട്ടോ ഈ നേരാഫ്രിക്ക പരിഹാരം ഉണ്ടാവും കേട്ടോ. അല്ല ഇനിയും ആക്രമിക്കില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ടേ? അവരെ ശിക്ഷിച്ചിട്ടില്ലല്ലോ, റിമാൻഡിലല്ലേ വെച്ചിട്ടുള്ളൂ. അവരൊരു ഉറപ്പ് തരണ്ടേ? ഇലക്ഷൻ കൊടുക്കാൻ പോയാല് അക്രമം ഉണ്ടായാലോ പോലീസിന്റെയും ഇവരുടെയും കൂടി ഉറപ്പ് മേടിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ കൊടുക്കും. വൈകുന്നേരം പ്രശ്നം പരിഹരിക്കും ചെയർമാനെ ചുമതലപ്പെടുത്തി കേട്ടോ.